ഹായ് ഫ്രണ്ട്സ്, കോബൂസ് ജേണിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഗുരുവായൂർ അമ്പലത്തിൽ പോകാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഞാൻ തൃപ്രയാർ കൃഷ്ണനെ കാണാനായിട്ട് പോയി. അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. ഇന്ന് കൃഷ്ണനെ അടിപൊളിയായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ചുറ്റും പൂക്കൾ കൊണ്ടും പൂമാലകളും എല്ലാം കൊണ്ടും നന്നായിട്ട് കൃഷ്ണനെ അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊരു നല്ലൊരു സന്തോഷമാണ്. കണ്ണന് പ്രിയപ്പെട്ട വെണ്ണ വഴിപാടും മാലയും ചാർത്തി. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ മീനൂട്ട് കൊടുക്കാനായിട്ട് നടന്നു. നല്ല കാലാവസ്ഥയായിരുന്നു ഇന്ന്. നന്നായിട്ട് മീനൂട്ടൊക്കെ നടത്തി. മീനുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ചെയ്ത് ഞാൻ രാമനെ കാണാനായിട്ട് ഉള്ളിലേക്ക് കയറി. അത് കഴിഞ്ഞ് വെടിവഴിപാടിനും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചീട്ട് കൊടുത്ത് നേരെ അയ്യപ്പനെ കാണാനായിട്ട് പോയി. ഇന്ന് നല്ല തിരക്കുണ്ടായിരുന്നെങ്കിലും എല്ലായിടത്തും നല്ല ഭംഗിയായിട്ട് തൊഴുത് നന്നായിട്ട് നമുക്ക് മനസ്സിനൊരു സന്തോഷം തോന്നിയൊരു ദിവസമാണ്. അന്നദാനം കഴിക്കാനായാലും ഇന്ന് നല്ല തിരക്കായിരുന്നു. എങ്കിലും ഞാനും അതിലൊരു ഇത്തിരി ഇടം കണ്ടെത്തി അതിൻ്റെ ഉള്ളിൽ കയറി പറ്റി. അപ്പോൾ ദേ നമ്മളുടെ 12 മണിയുടെ ഉച്ച പൂജ കഴിഞ്ഞ് ശിവേലി പുറത്തേക്ക് ഇറങ്ങി രാമനെ 3 പ്രദക്ഷിണം ചെയ്തു വരികയാണ്. അപ്പോൾ അതും കണ്ട് അന്നദാനവും കഴിച്ച് ഞാൻ വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഞാൻ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് മുന്നിലുള്ള അമ്പലമാണ് പാണാട്ടമ്പലം. അപ്പോൾ അവിടെ എല്ലാ കുട്ടികളും ശോഭായാത്രയ്ക്ക് പോകാനായിട്ട് റെഡിയായി നിൽക്കുകയായിരുന്നു. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെയുള്ള പിള്ളേർ 1 മാസമായി വ്രതം എടുത്തിട്ടായിരുന്നു ശോഭയാത്രയ്ക്ക് വേണ്ടിയിട്ട് ഡാൻസ് പ്രാക്ടീസ് ചെയ്തിരുന്നത്. അപ്പോൾ അവർ പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഗ്രൗണ്ടിൽ തന്നെ ഒന്നും കൂടി റിഹേഴ്സൽ നടത്തിയിട്ട് എല്ലാവരും കൂടി അത് കാണാൻ തന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ പാട്ട് ഇവിടെ വോയിസ് വെക്കണില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കോപ്പിറൈറ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനത് കാണിക്കണില്ല. പക്ഷെ അടിപൊളി പാട്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് അവർ കളിക്കണമുണ്ട്. അപ്പോൾ ഇവിടെ ഒന്നും കൂടി റിഹേഴ്സൽ നടത്തിയിട്ടാണ് അവർ ശോഭായാത്രയിൽ തൃപ്രയാർ അമ്പലത്തിൽ പോയത്.